ഓടും കുതിര ചാടും കുതിര OKCK. കുതിരയെ കാണാൻ പോയിട്ട് കഴുതയെ കണ്ട അവസ്ഥയാണ് എനിക്ക്. അതായത് സിനിമ കാണാൻ വന്നവരൊക്കെ കഴുതയാക്കി വിട്ടു എന്ന് വേണം പറയാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് ഡാർക്ക് കോമഡി ജേണറിലാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മൾ ഈ പൈങ്കിളി അതുപോലെ നമ്മുടെ സാറ്റർഡേ നൈറ്റ്, റോൾ മോഡൽസ് അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ പൈങ്കിളിയും അങ്ങനത്തെ ഈ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവർ എക്സാജറേറ്റ് ഉള്ള പരിപാടി ഇഷ്ടമുള്ള ഒരാളാണ്. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ. ഫഹദ് ഫാസിലൊക്കെ ഓവർ ആക്ടിങ്ങിന്റെ ഒരു ഐര് കളിയാണ്. അതുപോലെ കല്യാണി പ്രിയദർശന് ഇന്നലെ കണ്ട സിനിമ ലോകയിൽ ഒരു കംബാക്ക് ആയിരുന്നു. ഇതിൽ ശരിക്കും ഒരു ഗോ ബാക്ക് ആയിരുന്നു. എനിക്കൊന്ന് കല്യാണി പ്രിയദർശന് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓവർ എക്സാജറേഷൻ ആണ് എല്ലാ ക്യാരക്ടേഴ്സും. ഫഹദൊക്കെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെറുപ്പിക്കലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ കോമഡി മാനറിസംസ് ഒക്കെ എല്ലാ പടത്തിലും സെയിം ആയിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്നുകൂടി സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ചെറിയ സീനുള്ളെങ്കിൽ പോലും ധ്യാൻ ശ്രീനിവാസൻ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ലാലിന്റെ ഒരു ഓവർ പരിപാടിയാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ പുതിയ വന്നിട്ടുള്ള ഒരു രേവതി എന്ന് പറഞ്ഞൊരു നായിക അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബാക്കി എല്ലാവരും വെറുപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. അത് അവരെ കുറ്റമല്ല, കാരണം സിനിമ അല്ലെങ്കിൽ കഥ അങ്ങനെയാണ്. ആവേശത്തിന് ശേഷം ഫഹദ് വന്ന ഒരു സിനിമയാണ്, വളരെ പ്രതീക്ഷയോടെ കൂടെ കണ്ട സിനിമയാണ്. പക്ഷെ വളരെ നിരാശയായി.